നിരോധിത പാൻ മസാല പരസ്യത്തിൽ അഭിനയിച്ചതിന് ഷാരൂഖ് ഖാൻ ഉൾപ്പെടെ ബോളിവുഡ് താരങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഷാരൂഖ് ഖാൻ, ടൈഗർ ഷെറോഫ്, അജയ് ദേവഗൻ എന്നിവർക്കാണ് വിശദീകരണം ആവശ്യപ്പെട്ട് മഹാരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നോട്ടീസ് നൽകിയത്. ലാലേട്ടാ, നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വം, ഒരു സാമൂഹിക പ്രതിബദ്ധത ഇല്ല ലാലേട്ടാ. നിങ്ങൾ വലിയൊരു നടനാണ്, മഹാനടനാണ്. പണത്തിന് വേണ്ടി പാൻ മസാല പോലുള്ള അഡ്വർടൈസ്മെന്റുകളിൽ അഭിനയിക്കുന്ന നടന്മാരെ കുറിച്ച് നമുക്കറിയാം. അവരും നിങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ വർഷാവർഷം വെട്ടുകിളി കൂട്ടത്തെയാണ് തുറന്നു വിടുന്നത്. അതായത് ഈ കൃഷി നശിപ്പിക്കുന്ന, വിളകളെ നശിപ്പിക്കുന്ന വെട്ടുകിളി കൂട്ടം. അതുപോലെയാണ് നിങ്ങൾ യുവതലമുറയെ, കുട്ടികളുടെ തലച്ചോറിനെ കാർന്നു തിന്നുന്ന ഒരു കൂട്ടം വെട്ടുകിളികളാണ് തുറന്നു വിടുന്നത്. അതിന് ഉത്തരവാദി നിങ്ങൾ കൂടിയാണ്. എത്രയോ മഹാപ്രതിഭകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, എത്രയോ അനുഭവ സമ്പത്തുള്ള ആളാണ്. പത്മരാജനും ലോഹിതദാസും നരേന്ദ്രപ്രസാദും ഒടുവിൽ ഉണ്ണികൃഷ്ണനും അങ്ങനെ എത്രയെത്ര മഹാരഥന്മാരുടെ കൂടെ, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന എത്രയോ പ്രതിഭകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അവരുമായിട്ട് അനുഭവം പങ്കിട്ടിട്ടുള്ള ഒരാൾ, അയാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആൾക്കാരെ പിച്ചി, മാന്തി, നുള്ളി എന്നുള്ള ആ ഒരു തരം ലെവലിലോട്ട് ഇറങ്ങി വരാൻ തോന്നുന്നത്? ചുരുങ്ങിയ സമയം കൊണ്ട് കൂട്ടത്തോടെ എത്തി ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി നശിപ്പിക്കുന്ന വെട്ടുകിളിയെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നിങ്ങൾ. അതിന് ഒരു ശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ശാസ്ത്രജ്ഞനാണ് ഇത് ചെയ്യുന്നത്, വെട്ടുകിളിയെ ഉൽപ്പാദിപ്പിച്ച് വിടുന്നതെന്ന് വിചാരിക്കുക. അതുപോലത്തെ ഒരു പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നില്ല. അതുപോലത്തെ ഒരു പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ തെറ്റുകളെയും വളരെ നോർമലൈസ് ചെയ്ത്, വളരെ നിസ്സാരമായിട്ട് കണ്ട് അടിച്ചേൽപ്പിക്കുന്നത് പോലെ, അത് യുവതലമുറയാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരെയാണെങ്കിലും കുട്ടികളെയാണെങ്കിലും എല്ലാവരുടെ തലച്ചോറിലേക്കും ഇത് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വലിയൊരു നടനാണ്, നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആ ആൾ ഇത്തരത്തിലുള്ള ആ ഒരു വ്യക്തിത്വ പ്രഭാവം മുതലെടുത്തുകൊണ്ട് ആൾക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാൻ മസാല, ഗുഡ്ഖ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ ചെയ്യില്ലെന്ന് ബോളിവുഡ് താരം സണ്ണി ഡിയോൾ. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ ചെയ്തത് നല്ലൊരു കാര്യമായി കരുതുന്നില്ല. വലിയ ഓഫറുകൾ വരാറുണ്ടെന്നും നിരസിക്കുകയാണ് പതിവ്. തന്റെ മനസാക്ഷിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ താൻ ചെയ്യാറില്ലെന്നും തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളതെന്നും താരം വ്യക്തമാക്കി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതാണ് സാമൂഹിക പ്രതിബദ്ധത, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഇത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ അവതാരകന്മാരായിട്ട് വരാത്ത, അല്ലെങ്കിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കാത്ത ഒരുപാട് നടന്മാർ, ഒരുപാട് വ്യക്തിത്വങ്ങൾ പല മേഖലകളിലുള്ളവരുണ്ട്. അത് രജനീകാന്ത് ആവാം, സച്ചിൻ ടെണ്ടുൽക്കർ ആകാം, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളുടെ ഈ പ്രതിഭയും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വ്യക്തിത്വ പ്രഭാവമൊക്കെ സമൂഹത്തിന് നല്ലതിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ വലിയ നടനാണ്. കണ്ടിടത്തോളം അത് നിങ്ങൾക്കില്ല. നിങ്ങളുടെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, പണത്തിന് വേണ്ടി എന്തും. അങ്ങനെ ചെയ്യരുത് ലാലേട്ടാ. എന്താ മുന്നേ നുള്ളിയും മുന്നേ പിച്ചിയും മുന്നേ. എന്റെ പൊന്നു ലാലേട്ടാ, നിങ്ങൾ ഏതെങ്കിലും ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതിൽ അഭിനയിക്കുന്ന ആരെങ്കിലും നേരിട്ട് അറിയാമോ? അല്ലെങ്കിൽ പരിചയമുണ്ടോ? ഒരു അവതാരകൻ എന്ന നിലയിലെങ്കിലും? ഒന്നുമില്ല. നിങ്ങളൊക്കെ എഴുതി തരുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് നിങ്ങൾ വായിക്കുന്നു, അത് അവതരിപ്പിക്കുന്നു, നിങ്ങൾ പോകുന്നു. നിങ്ങളൊരു നടനാണ്, നല്ല നടനാണ്. നിങ്ങൾ കാണുന്നില്ല, നിങ്ങളുടെ മക്കളും കാണുന്നില്ല, നിങ്ങൾക്ക് അതിനോട്ട് സമയവും ഇല്ല. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന, ഇത് കാണുന്ന ആൾക്കാരുണ്ട്, സാധാരണക്കാർ. അവരെ നിങ്ങൾ നശിപ്പിക്കരുത്.